മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചെന്ന പേരിൽ യൂത്ത് കോൺഗ്രസുകാരെ വളഞ്ഞിട്ട് തലതല്ലി പൊട്ടിച്ചു പിണറായി വിജയന്റെ ഗൺമാൻമാർ. നമ്മളെയാണല്ലോ മച്ചമ്പി. മർദ്ദനത്തിന് തെളിവില്ലെന്ന് പറഞ്ഞ കേസ് എഴുതിത്തള്ളാനായിരുന്നു തീരുമാനം. സംഗതി കുഴപ്പത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പ് ഫലം വന്ന അന്നും വി.ഡി. സതീശൻ മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നൂടുണ്ട് ബാക്കി. ഇയാളെന്താ ഒരുമാതിരി മുള്ള വെച്ച പോലെ വർത്താനം പറയുന്നത്? നവകേരള യാത്രക്കിടയിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അവരക്രമമൊന്നും കാണിച്ചില്ല. അവർ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ അവർ ഏറ്റുവാങ്ങിയ അതിക്രമങ്ങൾ വിട്ടില്ലേ? വക്കീലിനിയാവുന്ന വേറെ എന്തൊക്കെ പണികളുണ്ട്. രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് പരിഹസിച്ചത് അത് ഞങ്ങൾ മറക്കില്ല, മറക്കാൻ പറ്റില്ലല്ലോ. മനസ്സിലുണ്ട്. എന്ത് പറ്റിയടാ? ഈ വാക്കു പാലിക്കാൻ ഒറ്റ മന്ത്രിസഭാ യോഗത്തിന്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം കയ്യിൽ നിന്ന് പോവാ. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പായല്ലേ? ഈ ഇരിപ്പിലങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. പിണറായി പോലീസ് എഴുതിത്തള്ളിയ കേസ് വി.ഡി. സതീശൻ സർക്കാർ വീണ്ടും തുറക്കും. ഇവനിതെന്ത് ഭാവിച്ചു? ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. കോടതി ഒരു പുനരന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് ഇതുവരെ അന്വേഷണം നടത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ നടത്തണ്ടേ? നിയമപരമായ ഇതല്ലേ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അതുകൊണ്ട് അതിനൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആ കേസ് അന്വേഷിക്കും. എന്താ ഉറക്കം വരുന്നു? മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഇപ്പോഴും പിണറായി വിജയന്റെ സന്തത സഹചാരികളായ അനിൽകുമാർ, സന്ദീപ് എന്നിവരാണ് കേസിൽ പ്രതികൾ. ഇത് വെറും ട്രെയിലറ്. ഇവിടെ കിടന്ന് കൂടുതൽ വിളഞ്ഞ ഫുൾ പടം ഞാൻ ഇറക്കുവേ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. അതാരാ പോയാ? അന്വേഷണം തുടങ്ങുന്നതോടെ ഇരുവരെയും സസ്പെൻഡ് ചെയ്യാനുമാണ് ആലോചന. നിന്റെ കുപ്പി ഞാൻ മന്ത്രിയായപ്പോൾ ആദ്യം അന്വേഷിച്ചത് തന്റെ തൊപ്പിയാ. പ്രതികാരമല്ല, നീതി നടപ്പാക്കലാണിതെന്ന് മർദ്ദനമേറ്റ എ.ഡി. തോമസ് പറഞ്ഞു. നമുക്കിത് പോലീസിനോട് പറയാം. പോലീസിനോട് നീ പറഞ്ഞ് മനസ്സിലാക്കും. ഞാൻ വക്കീലുമായിട്ട് വരാം.